ഹായ്, വെൽക്കം ടു സൈലം IAS. അപ്പോൾ എക്കണോമിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ 6ാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കോസസ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞ് നിർത്തി. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു, ഇൻഫ്ലേഷൻ നല്ലതാണോ മോശമാണോ? അപ്പോൾ നമുക്കതിൽ നിന്ന് തന്നെ നോക്കാം, ഇൻഫ്ലേഷൻ നല്ലതാണോ മോശമാണോ. അപ്പോൾ നമുക്കിവിടെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഒന്ന് എടുക്കാം. ഇൻഫ്ലേഷൻ ഞാൻ പറഞ്ഞു, സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടായി, സാധനങ്ങളുടെ വില കൂടി. ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, സാധനങ്ങളുടെ വില കൂടുന്നു. അപ്പോൾ ഈ സാധനങ്ങളുടെ വില കൂടുമ്പോൾ നിങ്ങളൊരു കച്ചവടക്കാരൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുക കേട്ടോ. ഒരു സെല്ലറാണ്, ഒരു പ്രൊഡ്യൂസറാണ്. സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കവിടെ പ്രോഫിറ്റ് കൂടും അല്ലേ. നിങ്ങൾക്കവിടെ എന്ത് കൂടും? പ്രോഫിറ്റ്, ലാഭം കൂടുന്നു. ഒരു സെല്ലറാണ് നിങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാഭം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ കച്ചവടം നിർത്തിയിട്ട് വീട്ടിൽ പോകും. എനിക്ക് ഇത്രയും ലാഭം മതി, ഞാൻ ഈ കൂടുതൽ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരിയായി പോകും എന്ന് പറഞ്ഞ് നിർത്തി പോകില്ല. നിങ്ങൾ വീണ്ടും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും അല്ലേ. അപ്പം നിങ്ങളുടെ ഇവിടെ എന്ത് കൂടുന്നു? പ്രൊഡക്ഷൻ കൂടുന്നു, പ്രൊഡക്ഷൻ കൂട്ടുന്നു. കാരണം നിങ്ങൾ നോക്കിയപ്പോൾ നേരത്തെ വിറ്റിരുന്നതിനേക്കാളും കൂടുതൽ ലാഭം, പ്രോഫിറ്റ് ഇപ്പം കിട്ടുന്നുണ്ട്, പ്രോഫിറ്റബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും പ്രോഫിറ്റ് കൂടും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നു, നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്നു, കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നു. നമുക്കറിയാം, ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ് GDP നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്ത് GDP കൂടും, ആ രാജ്യത്ത് ഗ്രോത്ത് ഉണ്ടാകും നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ കച്ചവടക്കാരുടെയും സാധനങ്ങളുടെ വില കൂടി. അപ്പോൾ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ പ്രോഫിറ്റ് കൂടുമ്പോൾ എല്ലാവരും പ്രൊഡക്ഷൻ കൂട്ടുന്നു. അപ്പോൾ രാജ്യത്ത് പ്രൊഡക്ഷൻ മൊത്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ രാജ്യത്ത് എന്ത് സംഭവിക്കും? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും അല്ലേ. രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, രാജ്യത്ത് ഗ്രോത്ത് ഉണ്ടാകുന്നു, പ്രൊഡക്ഷൻ കൂട്ടുന്നു. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ കൂടുകയാണെന്ന് വിചാരിക്കുക. ഉൽപ്പാദനം കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നിലവിലെ തൊഴിലാളികൾ, നിലവിൽ 10 പേരാണ് നിങ്ങളുടെ കമ്പനിയിൽ ബിസിനസ്സിൽ ജോലി ചെയ്യുന്നത്, അവരെ കൊണ്ട് മാത്രം ഇനി കൂട്ടിയാൽ കൂടുമോ? ഇല്ല. കൂടുതൽ ആൾക്കാരെ നിങ്ങൾ തൊഴിലിനെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. അപ്പോൾ ഇതുവരെ ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കൂടുതൽ ഇൻകം, വരുമാനം ഉണ്ടാകുന്നു. അവർ വീണ്ടും മാർക്കറ്റിൽ ചെന്ന് കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു. അത് വീണ്ടും ഇൻഫ്ലേഷന് കാരണമാകുന്നു. അപ്പം ഇൻഫ്ലേഷൻ നല്ലതാണോ മോശമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ രാജ്യത്ത് പ്രൊഡക്ഷൻ കൂടുന്നു, നല്ലതാ. ഗ്രോത്ത് കൂടുന്നു, നല്ലതാ. കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, നല്ലതാ. ആൾക്കാരുടെ വരുമാനം കൂടുന്നു, നല്ലതാ അല്ലേ. പിന്നെ ഇൻഫ്ലേഷൻ എപ്പോഴാണ് പ്രശ്നമായിട്ട് മാറുന്നത്? എപ്പോഴാണ് ഇൻഫ്ലേഷൻ പ്രശ്നമായിട്ട് മാറുന്നത്? ഈ ഒരു സിറ്റുവേഷൻ ഇൻഫ്ലേഷൻ മോശമാണോ? അപ്പം നമുക്ക് ഇതിനൊരു കൺഫ്യൂഷൻ വരും. ഇൻഫ്ലേഷൻ നല്ലൊരു കാര്യമല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് ഇതിനെ ഇത്രയും കാലം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്? ഇൻഫ്ലേഷൻ നല്ലതല്ലേ? നല്ലതാണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, എംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഇൻകം കൂടുന്നു, ശരി. ഇനിയും ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, ഇൻഫ്ലേഷൻ നല്ലതാണോ? നമുക്കൊരു എക്സാമ്പിൾ, വേറൊരു കാര്യം കൂടെ നോക്കാം. അതായത് രാജ്യത്ത്, ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണേ. ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി കൂട്ടി ചോദിക്കണം. എനിക്ക് സാലറി ഇൻക്രിമെൻറ്റ് തരണേ എന്ന് കമ്പനിയോട് ചോദിക്കണമെങ്കിൽ കമ്പനിക്ക് ലാഭം വേണം. ലാഭമില്ലാതെ കമ്പനി എന്താ നിങ്ങൾക്ക് തരിക? കമ്പനിക്ക് ലാഭം വേണമെങ്കിൽ കൂടുതൽ ഈ രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാകണം. പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാലറി കൂട്ടി തരണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ലാഭം വേണം. എന്നാൽ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലാഭം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളുടെ സാലറി കൂട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻകം കൂട്ടണമെന്നുണ്ടെങ്കിൽ പോലും ഇൻഫ്ലേഷൻ വേണം, പ്രൊഡക്ഷൻ കൂടണം, കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രാജ്യത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 100 രൂപയായിരുന്ന സാധനങ്ങളുടെ വില 110 രൂപയായിട്ട് കൂടി. ഓക്കെ, 100 രൂപയായിരുന്ന സാധനങ്ങളുടെ വില 110 രൂപയായിട്ട് കൂടി. നിങ്ങളുടെ സാലറി 100 രൂപയായിരുന്നു, പക്ഷേ അത് 120 രൂപയായിട്ട് കൂടി. ശ്രദ്ധിക്കുക, രാജ്യത്ത് സാധനങ്ങളുടെ വില 10 രൂപ കൂടി, നിങ്ങളുടെ സാലറി 20 രൂപ കൂടി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ സാലറി 20 രൂപ കൂടി, സാധനങ്ങളുടെ വില 10 രൂപയെ കൂടിയുള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് 10 രൂപ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണലായിട്ട് കിട്ടുന്നില്ലേ? അപ്പോൾ സാലറി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഫ്ലേഷനേക്കാളും കൂടുതൽ സാലറി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രശ്നമില്ല. പക്ഷേ ഇത് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ വേറൊരു സിറ്റുവേഷൻ പറയാം. രാജ്യത്ത് സാധനങ്ങളുടെ വില 100-ൽ നിന്ന് 120 കൂടി, പക്ഷേ നിങ്ങളുടെ സാലറി 100-ൽ നിന്ന് 110 കൂടിയുള്ളൂ. ഇവിടെ പ്രശ്നമുണ്ടല്ലേ.
സാധനങ്ങളുടെ വില 20 രൂപ കൂടി, നിങ്ങളുടെ സാലറി 10 രൂപ മാത്രമേ കൂടുന്നുള്ളൂ. പ്രശ്നമല്ലേ? പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് കൂടിയ സാലറി ഉപയോഗിച്ച് ഈ കൂടിയ വിലയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ അല്ല പ്രശ്നം, എത്ര ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് ഇവിടെ പ്രശ്നം. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഫ്ലേഷൻ അല്ല അവിടെ ഇഷ്യൂ, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് അവിടെ ഇഷ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അവിടുത്തെ പ്രശ്നം എന്താ? റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. എത്ര നിരക്കിലാണ് ഇൻഫ്ലേഷൻ വരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന നിരക്ക് ഇത്ര ശതമാനമേ ഇൻഫ്ലേഷൻ പാടുള്ളൂ എന്നൊക്കെ ഓരോ രാജ്യങ്ങൾക്കുണ്ടോ? ഇന്ത്യക്കുണ്ടോ? ഇത്ര ശതമാനം മാത്രമേ ഇൻഫ്ലേഷൻ പാടുള്ളൂ, അതാണ് രാജ്യത്തിന് നല്ലത് എന്നുണ്ടോ? ഉണ്ട്, ഇന്ത്യക്കുണ്ട്. ഈ പറയുന്ന കണക്ക് നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ ഒരു പരിധിക്ക് മുകളിലായി കഴിഞ്ഞാൽ ഇവിടെ കണ്ടല്ലോ, ഫസ്റ്റ് കേസിൽ ഇൻഫ്ലേഷൻ ഓക്കെയാണ്, കാരണം ഇൻഫ്ലേഷനേക്കാളും കൂടുതൽ ആൾക്കാരുടെ സാലറി കൂടുന്നുണ്ട്, ആൾക്കാർക്ക് പ്രശ്നമില്ല. എന്നാൽ രണ്ടാമത്തെ കേസിൽ ആൾക്കാരുടെ സാലറിനേക്കാളും കൂടുതൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുണ്ട്, അത് പ്രശ്നമാണ്. അപ്പോൾ ഏതാണൊരു ഈ പറയുന്ന പോലെ ഒരു നല്ല ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു നല്ല ഇൻഫ്ലേഷൻ, ഐഡിയൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അതെല്ലാ രാജ്യങ്ങൾക്കും സെയിം അല്ല കേട്ടോ. ഇന്ത്യയുടെ കണ്ടീഷൻ അനുസരിച്ച് ഇന്ത്യ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് നമുക്ക് പറ്റിയ ഇൻഫ്ലേഷൻ, ഐഡിയൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത്രയും ശതമാനം ഇൻഫ്ലേഷൻ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും, ആൾക്കാർക്ക് ജോലി, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, സ്മൂത്തായിട്ട് സ്റ്റേബിളായിട്ട് എക്കണോമി മുന്നോട്ട് പോകും. അപ്പോൾ അതെത്രയാണ് നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 4%, 4%. അതായത് സാധനങ്ങളുടെ വില 4% വരെ കൂടുന്നത് ആക്ച്വലി ഇറ്റ്സ് ഗുഡ് ഫോർ അവർ എക്കണോമിക് ഗ്രോത്ത്. പക്ഷേ ഗവൺമെൻറ് പറയുന്നുണ്ട് എന്താണ്, ഈ 4% എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമൊന്നും പിടിക്കുന്നില്ല, കാരണം 4 അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റാണ് വെച്ചിട്ടുള്ളത്. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ 4% നിന്ന് 2 മുകളിലോട്ട് പോകാം, അതായത് 6% വരെ പോകാം. അതുപോലെ തന്നെ 2 താഴോട്ടും പോകാം, അതായത് 2% വരെ പോകാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ 2നും 6നും ഇടയിൽ, 2%നും 6%നും ഇടയിലാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ്. ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതായത് 4% ഐഡിയൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, പക്ഷേ 2%നും 6%നും ഇടയിലായിരുന്നാൽ മതി. അപ്പോൾ ഇൻഫ്ലേഷൻ കണ്ടെയ്ൻഡ് ആണെന്ന് പറയാം. അതാണെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെല്ലാം നല്ലത് ഈ ഒരു ടാർഗറ്റിനകത്ത് ഇൻഫ്ലേഷൻ പിടിച്ച് നിർത്തുക എന്നുള്ളതാണ്. ക്ലിയർ ആയില്ല? അപ്പോൾ അതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഉണ്ട്. ഈ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത്രയായിരിക്കണം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എന്നുള്ളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ആ ടാർഗറ്റ് കണ്ടെയ്ൻ ചെയ്ത് നിർത്താനുള്ള റെസ്പോൺസിബിലിറ്റി RBIക്ക് ഉള്ളതാണ്. റിസർവ് ബാങ്കിൻ്റെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ഈ ഒരു ടാർഗറ്റിനകത്ത് പിടിച്ചു നിർത്തുക എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതാണ്. അതിനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നൊരു സ്ഥാപനം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്തിനാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? റിസർവ് ബാങ്കിനെ അസിസ്റ്റ് ചെയ്യാനാണ്. ഈ ഒരു ഇൻഫ്ലേഷൻ ഈ ഒരു ടാർഗറ്റിനകത്ത് പിടിച്ചു നിർത്തുക, പ്രോപ്പറായിട്ട് ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്, അതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഇൻഫ്ലേഷനാണ് രാജ്യത്തുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഫ്ലേഷൻ ടാർഗറ്റിനകത്ത് കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് റിസർവ് ബാങ്കിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻഫ്ലേഷനെ പറ്റിയും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റിനെ പറ്റിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വെദർ ഇൻഫ്ലേഷൻ ഇസ് ഗുഡ് ഫോർ എക്കണോമി ഓർ നോട്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. ബാക്കി ഇൻഫ്ലേഷൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോൻ്റെ എല്ലാവർക്കും താങ്ക്